കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോർഡിനേറ്റ് ജിയോമെട്രിയുടെ ഇൻട്രൊഡക്ഷൻ പോർഷൻ പറഞ്ഞു കഴിഞ്ഞു. അതിലെ മെയിൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുപോലെ ഒരു പോയിന്റ് എങ്ങനെ നമുക്ക് ആക്സിസിൽ പ്ലോട്ട് ചെയ്യാം എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. ഇനി ഈ ക്ലാസ്സിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അതുപോലെ എക്സസൈസിലുള്ള 1-2 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം. പിന്നെ അതുപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് 9th സ്റ്റാൻഡേർഡ് എക്സാംസിന് വരുന്ന ചില ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരാറുള്ളത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഞാൻ അതെല്ലാം ഓരോ പോയിന്റ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കാണുകയാണെങ്കിൽ ആ 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നഷ്ടപ്പെടില്ല. നമ്മൾ പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. എന്നാലും നമുക്കത് ഒന്നുകൂടി പറഞ്ഞു തുടങ്ങാം. എല്ലാ കോർഡിനേറ്റ്സിലും എല്ലാ ക്വാഡ്രൻസിലെയും ഓരോ പോയിന്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്ത് നോക്കിയിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാനൊരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. അതിങ്ങനെയാണ് 2, 3 നോക്കുമ്പോൾ രണ്ടും പോസിറ്റീവാണ്, പ്ലസ് ആണ്. നമുക്കറിയാം പ്ലസ് ആണെങ്കിൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് അല്ലേ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ആക്സിസ 2 ആണ്, വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഓർഡിനേറ്റ് 3 ആണ്. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് നമ്മൾ നോക്കി 2 ആണ്, വൈ കോർഡിനേറ്റ് ഇവിടെ 3 ആണ്. കണ്ടോ ഈ പോയിന്റ് വൈ കോർഡിനേറ്റ് 3, എക്സ് കോർഡിനേറ്റ് 2 അല്ലെ. ഈ പോയിന്റ് 2, 3 ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് ആയി. അടുത്തത് -3, 4 എന്ന പോയിന്റ് ആണ്. -3, 4 നോക്കുമ്പോൾ ഇത് ഒന്ന് മൈനസ് ആണ്, അടുത്തത് പ്ലസ് ആണ്. എക്സ് കോർഡിനേറ്റ് മൈനസ്, വൈ കോർഡിനേറ്റ് പ്ലസ്. മൈനസ് പ്ലസ് ഏത് ക്വാഡ്രന്റ് ആണ്? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ -3, 4 സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. എക്സിൽ -3, വൈയിൽ 4 അല്ലെ. എക്സിൽ -3, വൈയിൽ 4. -3, 4. അപ്പോൾ ഇതാണ് പോയിന്റ് -3, 4. അടുത്തൊരു പോയിന്റ് -2, -1 നോക്കുമ്പോൾ രണ്ടും മൈനസ് ആണ്. മൈനസ് എക്സ് കോർഡിനേറ്റ് മൈനസ്, വൈ കോർഡിനേറ്റ് മൈനസ്. എക്സിൽ -2, വൈയിൽ -1 കണ്ടോ. -2, -1. അപ്പോൾ ഇത് -2, -1. ഇപ്പോൾ തേർഡ് ക്വാഡ്രന്റ് ആയി. ഇനി ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ 2, -3 എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ് അല്ലെ. അപ്പോൾ ഇത് ക്വാഡ്രന്റ് ആണ്? ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പോൾ 2 എക്സിൽ 2, വൈയിൽ -3 കണ്ടോ. എക്സിൽ 2, വൈയിൽ -3, 2, -3. ഇപ്പോൾ 4 ക്വാഡ്രന്റിലെയും ഓരോ പോയിന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി ഈ ആക്സിസിൽ വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. എങ്കിലും നമുക്ക് ഒരു ക്വസ്റ്റ്യനൂടെ നോക്കാം. 4, 0 കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നു. വൈ കോർഡിനേറ്റ് 0 ആണെങ്കിൽ അത് ഏത് ആക്സിസിലായിരിക്കും? എക്സ് ആക്സിസിലായിരിക്കും. ഇപ്പോൾ വൈ കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ നമ്മുടെ ഏത് ആക്സിസിലാണ്? എക്സ് ആക്സിസിലാണ്. അപ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ 4 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതാണ് എക്സ് ആക്സിസിലെ 4 കണ്ടോ. 4. അപ്പോൾ 4, 0. അടുത്തത് -2, 0 നോക്കാലോ. -2, 0 എക്സ് ഇവിടെ -2, വൈ 0. വൈ കോർഡിനേറ്റ് 0 ആണെങ്കിൽ നമുക്കറിയാം അത് എക്സ് ആക്സിസിലാണ്. അപ്പോൾ -2, 0 എന്ന് പറയുമ്പോൾ എവിടെ വരും? -2 എക്സ് ആക്സിസ് കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് എക്സ് ആക്സിസിലെ -2, 0. ഇനി 0, 3 നോക്കിയാൽ ഇവിടെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. എക്സ് കോർഡിനേറ്റ് 0 ആകുന്നത് ഏത് ആക്സിസിലാണ്? വൈ ആക്സിസിലാണ്. അപ്പൊ 0, 3 വൈ ആക്സിസിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 3 എന്ന പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോ വൈ ആക്സിസിലെ 3 ഇതാണ്. 0, 3. ഇനി വേറൊരു പോയിന്റ് 0, -5 നോക്കിയാൽ എക്സ് 0 ആണ്. എക്സ് 0 ആണെങ്കിൽ ഇത് വൈ ആക്സിസിലാണ്. വൈ ആക്സിസിൽ ആരെ കണ്ടുപിടിച്ചാൽ മതി? -5നെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ വൈ ആക്സിസിൽ മൈനസ് താഴേക്കാണ്. ഇതാണ് വൈ ആക്സിസിലെ -5, -5, 0, -5. അപ്പോൾ എല്ലാ ആക്സിസിലെയും എല്ലാ ക്വാഡ്രന്റിലെയും ഓരോ പോയിന്റ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് നോക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ എക്സ്, വൈ എന്ന് പറയുന്ന ഈ രൂപത്തിലാണ്. ബ്രാക്കറ്റില്, സിമ്പിൾ ബ്രാക്കറ്റില് എക്സ്, വൈ. അതിലെ ആദ്യത്തെ എക്സ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ആണ്. എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ആക്സിസ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ വൈ കോർഡിനേറ്റ് ആണ് വൈ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഓർഡിനേറ്റ് എന്ന് വിളിക്കും. അപ്പോൾ എക്സ് ആക്സിസ് ആക്സിസ, വൈ ആക്സിസിലെ ആ വൈ കോർഡിനേറ്റ് ഓർഡിനേറ്റ്. അപ്പൊ ഇങ്ങനെ എക്സ് വൈ എന്ന് എഴുതുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓർഡേർഡ് പെയർ ആണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു.
ഓർഡേർഡ് പെയർ. എന്തുകൊണ്ടാണ് ഓർഡേർഡ് പെയർ എന്ന് വിളിക്കുന്നതെന്നും പറഞ്ഞു. അതിന് കാരണം ഇതിലെ ഓർഡറിന് പ്രാധാന്യമുണ്ട്. എക്സ് വൈ എന്നുള്ളതിനെ വൈ എക്സ് എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇനി അതിനെ പറ്റിയാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പോകുന്നത്. ഒരു പോയിന്റ് 3, 4 എടുത്തു. പോയിന്റ് 3, 4 നമുക്കതിനെ ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. എക്സ് കോർഡിനേറ്റ് 3 ആണ്, വൈ കോർഡിനേറ്റ് 4 ആണ്. അപ്പോൾ എക്സില് 3, വൈയില് 4. ഇവിടെ പോയിന്റ് റെപ്രസെന്റ് ചെയ്തു. എക്സിലേക്ക് നോക്കുമ്പോൾ 3 ആണ്, വൈയിലേക്ക് നോക്കുമ്പോൾ 4 ആണ്. 3, 4. ഓക്കെ. ഇനി 3ഉം 4ഉം തന്നെയുള്ള വേറൊരു കോർഡിനേറ്റ് ആണല്ലോ 4, 3 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 3ഉം 4ഉമാണുള്ളത്, ഇവിടെ 4ഉം 3ഉമാണുള്ളത്. അപ്പോൾ ഈ രണ്ട് പോയിന്റും ഒരേ പോയിന്റ് ആണോ? 3ഉം 4ഉം ഉണ്ട് ഇവിടെയും, ഇവിടെയും 3ഉം 4ഉം ഉണ്ട്. രണ്ട് പോയിന്റും സെയിം ആണോ? അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്? ഓർഡേർഡ് പെയർ എന്ന് വിളിക്കുന്നത്. ഓർഡറിന് പ്രാധാന്യമുണ്ട്. 3, 4, ആദ്യം 3, രണ്ടാമത് 4. ഇങ്ങനെയുള്ള ഈ ഒരു യുണീക്ക് പോയിന്റ് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ പോയിന്റ് മാത്രമേ 3, 4 എന്നുള്ള രൂപത്തിൽ വരുന്നുള്ളൂ. 4, 3 എന്ന് പറയുന്നത് വേറെ ഒരു ഡിഫറന്റ് പോയിന്റ് ആണ്. അതിലെ നമ്പേഴ്സ് സെയിം ആയതുകൊണ്ട് ഒരിക്കലും ഇത് രണ്ടും ഈക്വൽ അല്ല. ഓക്കെ, അപ്പോൾ ഈ 4, 3 വ്യത്യസ്ത പോയിന്റ് ആണ്. നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 4 ആണ്, വൈ കോർഡിനേറ്റ് 3 ആണ്. നോക്കാം, എക്സ് കോർഡിനേറ്റ് 4, വൈ കോർഡിനേറ്റ് 3. ഇതാണ് പോയിന്റ്. എക്സിലേക്ക് നോക്കിയാൽ 4, വൈയിലേക്ക് നോക്കിയാൽ 3. 4, 3 കണ്ടോ? അപ്പോ ഈ രണ്ട് പോയിന്റും സെയിം അല്ലല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലായി 3, 4 എന്ന് പറയുന്നത് 4, 3 എന്ന് പറയുന്നതും സെയിം അല്ല. അതുപോലെ തന്നെ എക്സ് വൈ എന്ന് പറയുന്നത് അതിന് ഓർഡറിന് പ്രാധാന്യമുണ്ടെന്നും നമുക്കിവിടെ ക്ലിയർ ആണ്. ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ എക്സർസൈസ് ഒന്ന് ചെയ്യാം. എക്സർസൈസ് 3.1-നകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എക്സർസൈസ് 3.2 നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് വി കാൾ ദ ടു പെർപെൻഡിക്കുലർ ലൈൻസ് ഡ്രോൺ ടു റെപ്രസെന്റ് എ പോയിന്റ്. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻസിനെ വിളിക്കുന്ന പേരെന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? കോർഡിനേറ്റ് ആക്സിസ് അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ്: കോർഡിനേറ്റ് ആക്സസ്. പ്ലൂറൽ ആണ് ആക്സസ്. ഒരു എക്സ് ആക്സിസ് മാത്രം അല്ലെങ്കിൽ വൈ ആക്സിസ് മാത്രം പറയുകയാണെങ്കിൽ ആക്സിസ്, ഒരുമിച്ച് പറയുമ്പോൾ ആക്സസ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കോർഡിനേറ്റ് ആക്സിസ്. പെർപെൻഡിക്കുലർ ലൈൻസ് drawn to represent a point in a plane, they are called coordinate axis. Second question ഇങ്ങനെയാണ്: what do we call the four parts formed by drawing the two coordinate axis? നമ്മുടെ കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന 4 പാർട്ടുകൾ, അതിന്റെ പേരെന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. 4 പാർട്സ് ഉണ്ട്. 1, 2, 3, 4. കോർഡിനേറ്റ് ആക്സിസ് ഡിവൈഡ് ചെയ്യുന്ന ആ പ്ലെയിനെ 4 പാർട്സ് ആക്കുന്നു. ആ പാർട്ടിന്റെ ഓരോ പാർട്ടിന്റെയും പേര് ക്വാഡ്രന്റ്സ്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ രണ്ട് കോർഡിനേറ്റ് ആക്സിസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന്റെ നെയിം ആണ്. രണ്ട് ആക്സിസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഒറിജിൻ എന്നാണ്. ഒറിജിൻ O. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ഒറിജിൻ O. പോയിന്റ് ഇങ്ങനെയാണ്: 2, 3. ഈ പോയിന്റ് തന്നിരുന്നാൽ ഇതിലെ അബ്സിസ ഏതാണെന്ന് എഴുതാൻ പറ്റും, ഓർഡിനേറ്റ് ഏതാണെന്ന് എഴുതാൻ പറ്റും. നമുക്കറിയാം അബ്സിസ എന്താണ്? എക്സ് കോർഡിനേറ്റിന്റെ മറ്റൊരു പേരാണ് അബ്സിസ. അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് 2 ആണ്, അപ്പോൾ അതാണ് നമ്മുടെ അബ്സിസ. ഇനി വൈ കോർഡിനേറ്റ് 3 ആണ്, ഇതാണ് നമ്മുടെ ഓർഡിനേറ്റ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഒരു പോയിന്റ് തന്നിട്ട് അതിന്റെ അബ്സിസ അതുപോലെ ഓർഡിനേറ്റ് എടുത്ത് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. ഇനി വേറൊരാണെങ്കിൽ -2, 4. ഇവിടെയും എക്സ് കോർഡിനേറ്റ് -2 ആണ് അബ്സിസ, ഇവിടത്തെ ഓർഡിനേറ്റ് 4 ആണ്. എക്സാമിന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെന്ന് പറയുന്നത് ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ 2 പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കും. ആ 2 പെർപെൻഡിക്കുലർ ലൈൻസിന്റെ പേരെന്താണ്? കോർഡിനേറ്റ് ആക്സിസ്. The perpendicular lines drawn to represent
a point in a plane. They are called the coordinate axes. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The two coordinate axes intersect at a point. ആ പോയിന്റിന്റെ നെയിം. The two coordinate axes intersect at a point called origin, denoted by the letter O. Its coordinates 0, 0. Then, third question. There are two mutually perpendicular lines. One is horizontal and the other is vertical. The horizontal line is called dash. Horizontal line is called x-axis. And the vertical line is called dash. The vertical line is called y-axis. To the right side of origin, it is positive x-axis. Left side, it is negative x-axis. To the upper side, it is positive y-axis. Downwards, it is negative y-axis. When we represent a point, we represent the point as x comma y. We represent a point in a plane in the form x comma y, where x is the x coordinate, or it is also called abscissa, and second one is y coordinate. It is also called ordinate. X coordinate is also called abscissa, and y coordinate is also called ordinate. Then next one, a point in x-axis is of the form dash. A point in x-axis is of the form dash. X-axisiലുള്ള ഒരു പോയിന്റിന്റെ ഫോം എന്താണെന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. x-axisൽ ഉള്ളൊരു പോയിന്റിൽ y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ x-axisലുള്ളത് y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം x0. And a point on y-axis is of the form. Y-axisൽ ഉള്ളൊരു പോയിന്റിന്റെ ഫോം എങ്ങനെയാണ്? y-axisലാണ് ഒരു പോയിന്റ് എങ്കിൽ അവിടുത്തെ x കോർഡിനേറ്റ് 0 ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. പോയിന്റ് x-axisലാണെങ്കിൽ y കോർഡിനേറ്റ് 0. ഇനി പോയിന്റ് y-axisലാണെങ്കിൽ x കോർഡിനേറ്റ് 0. സോ y-axisലാണെങ്കിൽ പോയിന്റിന്റെ ഫോം 0y. Next question. xy, it is also called dash. Ordered pair xy, because x ഉം y ഉം അതിലെ ഓർഡറിന് പ്രാധാന്യമുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓർഡേർഡ് പെയർ xy. Ordered pair x comma y. Then next, the two perpendicular lines divide the plane into 4 equal parts. അതിന്റെ പേരെന്താണ്? 4 equal parts. They are called quadrants. 4 equal parts. They are called quadrants. This is first quadrant, this is second quadrant, third quadrant, fourth quadrant. Then the sign of coordinates in first quadrant is dash. Plus. Both are positive. Sign of coordinates in second quadrant, minus, plus. Sign of coordinates in third quadrant, minus. In fourth quadrant, plus, minus. So first quadrant plus, second quadrant minus plus, third quadrant minus, fourth quadrant plus, minus. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഇത് 1 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. ഇങ്ങനെയാണ്: ഇഫ് x not equal to y, if x not equal to y, then xy dash yx. x not equal to y ആണെങ്കിൽ xy ഉം yx ഉം ഈക്വൽ ആണെങ്കിൽ ഇവിടെ ഈക്വൽ ആണെന്ന് എഴുതാം. ഈക്വൽ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ എന്ന് എഴുതാം. x ഉം y ഉം ഈക്വൽ അല്ല. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. x 2 ആണ്, y 3 ആണ്.
അപ്പോൾ ഇവിടെ നോക്കാം എക്സ് നോട്ട് ഈക്വൽ ടു വൈ, എക്സ് നോട്ട് ഈക്വൽ ടു വൈ എങ്കിൽ എക്സ് വൈ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 2 3. ഇനി വൈ എക്സ് എന്ന് പറയുമ്പോൾ തിരിച്ച് 3 2. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 2 3 എന്ന പോയിന്റും 3 2 എന്ന പോയിന്റും ഈക്വൽ ആണോ? അല്ല. സോ they are not equal. So if x not equal to y, then xy not equal to yx. Ordered pair xy not equal to ordered pair yx. If x equal to y, then ordered pair xy dash ordered pair yx. x not equal to y ആണെങ്കിൽ ഇത് ഈക്വൽ അല്ലാതെ നമ്മൾ നേരത്തെ കണ്ടു. ഇനി if x is equal to y, then xy dash yx. ഒരു എക്സാമ്പിളിൽ കൂടി തന്നെ നമുക്കത് മനസ്സിലാക്കി എടുക്കാം. എക്സും വൈയും ഈക്വൽ ആണ്, അതായത് രണ്ടും ഒരേ നമ്പർ. ഇപ്പോൾ 3യും 3യും, അതായത് എക്സ് 3 ആണ്, വൈയും 3 ആണ്. അപ്പോൾ എക്സ് ഈസ് ഇക്വൽ ടു വൈ, 3 ഈസ് ഇക്വൽ ടു 3 എങ്കിൽ എക്സ് വൈ ആരായിരിക്കും? എക്സും 3 ആണ്, വൈയും 3 ആണ്. അപ്പോൾ ഇത് 3 3. ഇനി അങ്ങനെയാണെങ്കിൽ വൈ എക്സ് ആരാണ്? എക്സ് 3 ആണ്, വൈ 3 ആണ്. തിരിച്ചെഴുതിയാലും അത് തന്നെ 3 3. 3 3യും 3 3യും ഒന്ന് തന്നെയല്ലേ? അത് 3 അപ്പുറത്തും ഇപ്പുറത്തും എഴുതിയാലും മാറും? ഇല്ല. സോ 3 3 ഈക്വൽ ടു 3 3. അപ്പോൾ ഇവിടെയും ഒന്ന് തന്നെയാണ് ഈക്വൽ ടു. ഓർമ്മിക്കണം, എക്സ് ഈസ് ഇക്വൽ ടു വൈ ആണെങ്കിൽ ഓർഡർഡ് പെയർ എക്സ് വൈ ഈക്വൽ ടു ഓർഡർഡ് പെയർ വൈ എക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇഫ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു വൈ, then ordered pair xy not equal to ordered pair yx. ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഇതെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് മിക്കവാറും എക്സാമിന് ഒരു 5-6 പോയിന്റ്സ് തന്നിട്ട് ആ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അത് ചിലപ്പോൾ ക്വാഡ്രൻസിലുള്ള പോയിന്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ ആക്സിസിലുള്ള പോയിന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്, വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കും.